തുടങ്ങട്ടെ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? Good morning, all. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Class prayer പറഞ്ഞോ ട്ടോ. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു, എന്നെന്നും നിന്നാമം പുകഴ്ത്തുന്നു. ഞങ്ങളെ എന്നെന്നും കാത്തിടണേ, വീഴ്ചകളിൽ നീ തുണയേകണേ. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു. ബുദ്ധിയായി ഞങ്ങൾ തൻ മനസ്സിലും, ഭാഷയായി ഞങ്ങൾ തന്നാവിലും. ബുദ്ധിയായി ഞങ്ങൾ തൻ മനസ്സിലും, ഭാഷയായി ഞങ്ങൾ തന്നാവിലും. ചെയ്തിയായി ഞങ്ങൾ തൻ കയ്യിലും, നന്മയായി എന്നും നീ വസിക്കണമേ. ജഗദീശ്വര ഞങ്ങൾ വണങ്ങുന്നു. Thank you, Vismaya. So let us welcome അർച്ചന, Tina for signing. ഏവർക്കും നമസ്കാരം. ഇന്ന് നമുക്കായി ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അപർണ മിസ്സിനെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒത്തിരി പ്രതീക്ഷകളോടെ മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. Now I would like to call Gladys for thought of the day. Today's thought. When we strive to become better than we are, everything around us becomes better too. Paulo Coelho. I repeat, when we strive to become better than we are, everything around us becomes better too. Thank you. Thank you, Gladys. താങ്ക് യു ഓൾ. വോയിസ് ക്ലിയർ ആണോ എല്ലാവർക്കും? മിന്നു, വോയിസ് ക്ലിയർ ആണോടാ? അല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്യട്ടോ. ഒന്ന് ലെഫ്റ്റ് ആയിട്ടേ ഒന്നും കൂടി ജോയിൻ ചെയ്യേ. ഓക്കെ ആവൂട്ടോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഇത് വെൽഫെയർ, അതിന് പ്രസന്റേഷൻസ് ഉണ്ട്.
ഓക്കെ, സെമിനാർ ചൈൽഡ് ഒന്നും പറയോ? നമ്പർ ചാർട്ടും പ്രസന്റ് ചെയ്യാം. ആക്ഷൻ സോങ്. ഓക്കെ ഓക്കെ. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള ആക്ഷൻ സോങ് അല്ലേ? യെസ് മാം. ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആക്ഷൻ സോങ്, പിന്നെ നമ്പർ ചാർട്ടും ആൽഫബറ്റ് ചാർട്ടും. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ആക്ഷൻ സോങ് കണ്ടാലോ? ഓക്കെ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുക കേട്ടോ. റെഡി ആയിട്ടുള്ളവര് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അവരെ പിൻ ചെയ്യാം. ഓക്കെ. ഋഷീത യെസ് മാം. പ്രസന്റ് ചെയ്തോടാ. പിൻ ചെയ്യട്ടെ കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. Brush, brush, brush your teeth, brush it every day. Father, mother, brother, sister, brush it every day. Drink, drink, drink your water, drink it every day. Father, mother, brother, sister, drink it every day. Wash, wash, wash your face, wash it every day. Father, mother, brother, sister, wash it every day. Comb, comb, comb your hair, comb it every day. Father, mother, brother, sister, comb it every day. Eat, eat, eat your food, eat it every day. Father, mother, brother, sister, eat it every day. നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മാം. പ്രസന്റ് കേട്ടോ. ആ ഓക്കെ എടാ. നമ്പർ വരച്ചതാണല്ലേ? ആ, നന്നായിട്ടുണ്ട് കേട്ടാ. ഇത് ആൽഫബറ്റ്. ഓക്കെ എടാ. ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇനി അർച്ചന കേട്ടാ. അർച്ചന. മിസ്, ഞാനിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ മതിയോ ആക്ഷൻ സോങ്? ഓക്കെ ചാർട്ട് കാണിച്ചോട്ടെ? ആടാ. ഓക്കെ, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട് വരച്ചാണല്ലേ? നന്നായിരുന്നു കേട്ടോ. രഞ്ജിനി. രഞ്ജിനി യെസ് മാം. ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ടോ? മാം ആക്ഷൻ സോങ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ആൽഫബറ്റ് ചാർട്ട് കാണിച്ചോട്ടെ? ഓക്കെ. നമ്പേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചില്ലായിരുന്നു, അതും കൂടി പ്രസന്റ് ചെയ്യും. അതെ നമ്പർ ചാർട്ടോ? മാം, അത് കംപ്ലീറ്റ് ആയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ. വിൻഷ. യെസ് മാം. 1 മിനിറ്റ്. കാണാമോ മാം? കാണാട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. Early to bed, early to rise, wish good morning, wish good night. Early to bed, early to rise, wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child.
Follow good habits, be a good child. Go wash your hands before after your meal. Fight with germs and keep yourself clean. Go wash your hands. Sorry, ma'am. Go wash your hands. മറന്നുപോയി. ഓക്കെ അത് nice ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ബാക്കിയുള്ളത് നോക്കണം കേട്ടോ. ഓക്കെ മാം. സംന സംന നമ്പർ ചാർട്ടും ഇതും കാണിക്കാം. ആ ഓക്കെ 1 മിനിറ്റ്. ഓക്കെ നമ്പർ അല്ലേ കേട്ടോ. ആ. 1 മിനിറ്റ് മാം. ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടു. ഓക്കെ പിക്ചേഴ്സ് കുറച്ചും കൂടി വലുതാവായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ആ ചെറിയ പിക്ചേഴ്സാ കിട്ടിയത്, മോന്റെ പഴയ പുസ്തകത്തിൽ നിന്നൊക്കെ തപ്പി. ഓക്കെ സംന Good morning, ma'am. ഗുഡ് മോർണിംഗ്. Brush it every day. Wash your hands, clean them every time. Rub and scrub and rub, keep them clean and bright. Wash your face every morning bright. Keep it clean, so fresh and bright, feel so good and right. Move around, exercise and play. Just a run and have some fun, healthy every day. Eat your foods, veggies, fruits and grains. Milk and cheese will make you strong, healthy habit grain. Thank you. നന്നായിരുന്നു കേട്ടോ. സാർട്ടോ ഓക്കെ നന്നായിരുന്നു കേട്ടോ. ശിവ രഞ്ജിനി Good morning, ma'am. ഗുഡ് മോർണിംഗ്. കാണാമോ? കേട്ടോ. Don't forget to wash your hands. Don't forget to brush your teeth. Don't forget to take your bath. Follow good habits. Be a good child. Thank you, ma'am. അങ്ങോട്ട് പ്രിപ്പയർ ചെയ്താണോ? നന്നായിരുന്നു കേട്ടോ. ഓക്കെ ഇടാം. നന്നായിട്ടുണ്ട് കേട്ടോ. Okay, thank you. സൽമ മാം ഞാൻ സോങ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ചാർട്ട് കാണിക്കാം, അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്താൽ മതിയോ? ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോ ചെയ്താൽ മതി കേട്ടോ. ആ മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതെ 4 വരിയായാലും കുഴപ്പമില്ലല്ലോ സോങ്? ഇല്ല 4 വരെയായാലും കുഴപ്പമില്ല. എന്നാ ഞാൻ അവസാനം ചെയ്യാം. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ശില്പ Yes, ma'am. Ma'am, ഞാൻ നമ്പർ ചാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ നമ്പർ കാർഡ്സ് ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കാണിക്കാറുണ്ട്, അനിയന്റെ വൈഫാണ് റിനി. ആളുടെ ഒന്ന് കാണിക്കാമോ? ആളിവിടെ ഇല്ല. ആൾ വർക്കിംഗ് ആണോ? ഇല്ല, ആള് ജിമ്മില് പഠിക്കുക. എന്താണ്?
മനസ്സിലായില്ല? ജിമ്മില് വർക്കൗട്ട്. അപ്പോ നെറ്റ് ഓൺലൈൻ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്. റെക്കോർഡ്. ഓക്കേടാ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. റോസ്മേരി പ്രസന്റ് ചെയ്തോ അവിടെ ചാർട്ട്? മാം ഞാൻ ചാർട്ട് മാത്രമേ ഉള്ളൂ, എന്നിട്ട് സുഖം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പ്രസന്റ് ചെയ്തോ കേട്ടോ. നന്നായിട്ടില്ല കേട്ടോ. ഓക്കെ, നന്നായിട്ടില്ല കേട്ടോ. ജെമിനി, ഞാൻ വായിക്കുന്ന സ്പെല്ലിംഗ് ശരിയാണോ? മിസ്സേ ഞാനേ പേരെന്താണ്? ജെമിനി. ഓക്കെ, കറക്റ്റ്. പറഞ്ഞോടാ. ബിൻഷ ചെയ്തില്ലേ ഒരു സെയിം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവില്ലേടാ? എനിക്ക് അത്ര അറിയിപ്പം എന്നാൽ ശ്രമിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habits, be a good child. Go wash your hands before and after your meals. Fight with germs and keep yourself clean. Sorry mom, എനിക്ക് അത്ര അറിഞ്ഞൂടാ. മാം ഇത് കാണിക്കട്ടെ? ചാർട്ട് കാണിക്കട്ടെ? കാണിച്ചു കേട്ടോ, കുഴപ്പമില്ല. ഒന്നുകൂടി പ്രിപ്പയർ ചെയ്താൽ മതി, പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്, ക്യാമറ ആൽഫബറ്റ് ചാർട്ട് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്പർ ചാർട്ട്. ഓക്കേടാ. താങ്ക് യു. സിന്ധു, ആദ്യം ആക്ഷൻ സോങ്. ഓക്കേടാ. Your teeth, brush your teeth, twice a day, twice a day. This will keep the germs away, the germs away. മാം ചാർട്ട് കാണിക്കാം. ഓക്കേടാ. മിസ്സേ, ഈ പാട്ട് തന്നെ ഞാൻ പറയുന്നത്. സിന്ധു പ്രസന്റ് ചെയ്തോ കേട്ടോ. സാൻഡ് പേപ്പർ നമ്പേഴ്സ് ആണോ? ഓക്കേടാ. ചാർട്ട് ചെയ്തിട്ടില്ല? ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും. ചാർട്ട് ഉണ്ട്. അങ്ങനെ ഇട്ട കട്ട് ചെയ്യൂത്, കട്ട് ചെയ്തെടുക്കാം. നമ്പർ ചാർട്ട്. ഓക്കേടാ. ാണ് കഴിഞ്ഞ ദിവസം. നസിയാമോൾ. Yes, miss. Good morning, ma'am. Good morning. Shall I? Brush, brush, brush your teeth, brush it every day. Father, mother, brother, sister, brush it every day.
Wash, wash, wash your face, wash it every day. Father, mother, brother, sister, wash it every day. Comb, comb, comb your hair, and comb it every day. Father, mother, brother, sister, comb it every day. Eat, eat, eat your food, eat it every day. Father, mother, brother, sister, eat it every day. Drink, drink, drink your milk, drink it every day. Father, mother, brother, sister, drink it every day. Okay. ചാർട്ട് Okay. നന്നായിട്ടുണ്ടല്ലോ. വരച്ചതല്ലേ? വരച്ചതാ. നന്നായിട്ടുണ്ടല്ലോ. ഓക്കേടാ. Thank you, ma'am. സെറീന. മിസ് ചാർട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ. Okay. ഇല്ല, ഉണ്ണിക്ക് വയ്യാത്ത തന്നെ ചെയ്യാൻ പറ്റിയില്ല. Okay. ഓക്കേടാ. കളർ ചെയ്യണോട്ടാ ചാർട്ട്. പിക്ചേഴ്സിന് കളർ ചെയ്യുമ്പോ നല്ല ഭംഗിയുണ്ടാവും. വരച്ചതല്ലേ? ഇത് 1, 2 കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്പർ കാർഡ്സ്. ഓക്കേടാ. നന്നായിട്ട് കേട്ടോ. താങ്ക് യു. രേഷ്മ. Brush, brush, brush your teeth gently every day. Up and down in every spot, brush it every day. Wash, wash, wash your face every morning bright. Keep it clean and so fresh and bright, feel so good and right. Wash, wash, wash your hands, rub and scrub and scrub and rub. Clean them neat every time. Every time. Tension. Move, move, move around, exercise and play. Jump and run and make some fun, healthy every day. Eat, eat, eat your food, veggies, fruits and grains. Milk and cheese will make you strong, healthy habits gain. Read, read, read a book, exercise your mind. Stories, tales and fairy tales, knowledge you will find. Smile, smile, smile a lot. Make a joy around, happiness and kindness to every heart along. Sleep, sleep, sleep at night, rest your body well. Early to bed, early to rise, healthy habits well. Sleep at night, read a book, read a book, smile and sleep at night. Sleep at night, read a book, smile and make it yours. Healthy habits all day long, keep us strong and clear. Chart കാണിക്കാം. Number chart. ഓക്കേടാ. ആൽഫബറ്റ് ചാർട്ട് കളർ ചെയ്യണോട്ടാ പിക്ചറിന്. വിസ്മയ. യെസ് മിസ്. ഞാൻ ചാർട്ട് 2 പിന്നെ നമ്പേഴ്സ് കാർഡും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പ്രസന്റ് ചെയ്തോടാം. ഓക്കെ. ഓക്കേടാ. ഓക്കേടാ. നന്നായിട്ട്. ഗ്ലാഡിസ്. യെസ് മാം. മാം, ഞാൻ ആക്ഷൻ സോങ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതായത് ആക്ഷൻസ് കാണിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതായത് സോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. കുഴപ്പമുണ്ടോ? ഇല്ല, പ്രസന്റ് ചെയ്തോ. Okay. Come on everyone, keep healthy, keep healthy. You need to drink water, you need to eat well too. You need to play and do exercise, it's good for you. Come on everyone,
Keep healthy, keep healthy. You need to wash your body. You need to sleep well too. You need to play and do exercise. It's good for you. Come on, everyone. Keep healthy, keep healthy. Thank you, ma'am. Chart. Okay, പ്രശ്നമില്ല. വരയ്ക്കും അല്ലേ? വരച്ചു മാം. ഓക്കെ, മാത്തമാറ്റിക്സ്. നമ്പർ ചാപ്റ്റർ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. കവിത. മിസ്സേ, ഞാൻ ആക്ഷൻ സോങ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഞാൻ സോങ് പറയാം. I can hear with my ears, I can see with my ears, I can taste with my mouth, I can smell with my nose, I can touch with my hand, and yes, I can feel with my heart. കവിത, ആ മോനെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ സോങ് നോക്കിയത്. നമ്മൾ ഗുഡ് ഹാബിറ്റ് തീം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത് എന്താ പറയാ, സെൻസ് ഓർഗൻസിന്റെ അല്ലേ? ഇത് പറ്റില്ലേ? ഗുഡ് ഹാബിറ്റ് സെൻസ് ഓർഗൻസ് വേറെയാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം. ഇതിപ്പോ സെൻസ് ഓർഗൻസിന്റെ ഇതായിട്ട് ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല കേട്ടോ. കാർഡ് കാണിക്കട്ടെ. ചാർട്ട് കാണിച്ചു കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, then കവിത തീന. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വയ്യാതിരിക്കായിരുന്നു. ചിലപ്പോ പാടുമ്പോ സൗണ്ട് ബ്രേക്ക് ആയി പോവേ. കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. പ്രസന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ മാം. Healthy habits, where are you? Here I am, how do you do? Healthy habits, who are you? I'm your friend, do me daily do. Healthy habits, will you teach me to? Of course, my dear, let's start do it now. Brush your teeth, brush your teeth twice a day. And keep them neat, and do it daily, dear. Then take a bath, every day. That keeps you fresh, that keeps you fresh and healthy. Wash your hands before and after every bite. That makes you clean and hygiene from all the dirt. Add veggies in your food. That helps you strong and healthier to fight against many ills. Thank you, dear, for teach me all these habits. I will do these daily. Thank you. ചാർട്ട് കാണിക്കാമോ? മാം, എന്റെ നമ്പേഴ്സ് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. 0 to 9 നമ്പർ ചാർട്ട്. ആൽഫബറ്റ്. താങ്ക് യു. സൗമ്യ പീറ്റർ.
Good morning, ma'am. Hello. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. മിസ്സേ ആക്ഷൻ സോങ് ഞാൻ അടുത്ത ആഴ്ച പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ല നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്താലും മതി. ഓക്കെ, താങ്ക് മിന്നുമോൾ ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ ഗുഡ് മോർണിംഗ്. ആക്ഷൻ സോങ് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ മിസ്. ഞാൻ മറ്റേ ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ എന്റെ വീട്ടിലായതുകൊണ്ട് അത് കൊണ്ടുവരാൻ പറ്റിയില്ല. ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്തോടാ. ബ്രഷ് യുവർ ടീത്ത്, ബ്രഷ് യുവർ ടീത്ത്, twice a day, twice a day. This will keep, this will keep. അയ്യോ മറന്നു മിസ്. എപ്പം നോക്കിട്ടേ this will keep, this will keep the germs away, the germs away. Top and bottom, top and bottom, in between, in between. Scrub them all together, scrub them all together. Now it's clean, squeaky clean. Thank you, miss. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ദിവ്യ മിസ്സേ, ഞാൻ പഠിച്ച ആക്ഷൻ സോങ് ഹെൽത്തി ഹാബിറ്റിന്റെ ആയിരുന്നില്ല. പ്രസന്റ് ചെയ്തോ. മനസ്സിലായി. Two little hands go clap, clap, clap. Two little legs go tap, tap, tap. Two little eyes are open wide. One little head goes side to side. ചാർട്ട്, സോറി മിസ്, ചാർട്ട് കാണിക്കട്ടെ. ചാർട്ട് പ്രസന്റ് ചെയ്തോ കേട്ടോ. ബാക്ക് ക്യാമറ അതെനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നു മിസ്സേ. ഫോണിലായിട്ടേ 2000 മാർക്കുണ്ട്. സിസ്റ്റത്തിലല്ല. ഹലോ മോൻ സിസ്റ്റോണാണോ യൂസ് ചെയ്യുന്നേ? ആ ആണോ? അപ്പൊ അതിന് ക്യാമറ ഉണ്ടാവില്ല. അതിന് നേരെ കാണിച്ചാൽ മതി. ഞാൻ പോയാ ഇല്ല എടാ മോന് ക്യാമറ ഓൺ ചെയ്തിട്ട് ചാർട്ട് എടുത്ത് നേരെ പിടിച്ചാൽ മതി, കാണാൻ പറ്റും. ഓക്കെ നമ്പർ ചാർട്ട് കാണാം കേട്ടോ. ഓക്കെ എടാ. ആൽഫബറ്റ് ചാർട്ടും കാണാം കേട്ടോ. ഓക്കെ താങ്ക് യു. ജ്യോതി മിസ്സേ ഒരാളും കൂടി ഉണ്ട് കേട്ടോ മിസ്സേ എന്റെ കൂടെ. ആ ഓക്കെ. ഹായ് ഹായ് ഹായ്. നോക്ക്. Early to bed, early to rise. Wish good morning, wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. ഓക്കേടാ. മിസ്സേ ഞാൻ ആൽഫബറ്റ് ചാർട്ട് ചെയ്തിട്ടില്ല, മറ്റേ അത് തീർന്നിട്ടില്ല. നമ്പർ ചാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ആൽഫബറ്റ് ചാർട്ട് കാണിക്കാം. ഓക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും പ്രസന്റ് ചെയ്തു അല്ലേ? അർച്ചന പ്രസന്റ് ചെയ്യുന്നുണ്ടാടാ? പ്രസന്റ് ചെയ്യാം. ഓക്കെ.
Brush, brush, brush your teeth twice a day. Brush twice a day. This will keep the germs away. The germs away. Brush your teeth twice a day. Twice a day. This will keep the germs away. The germs away. Thank you. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ആക്ടിവിറ്റീസിൽ നമ്മളിപ്പോ ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും കഴിഞ്ഞു അല്ലേ? ഇന്നൊരു ആക്ടിവിറ്റി നമ്മള് സെൻസ് ഓർഗൻസിന്റെ കേട്ടോ. ഓക്കെ, ഈ സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡ് ഉണ്ട്. വെച്ചാല് ഇപ്പൊ ഇതല്ല കേട്ടോ, പറയുമ്പോ നമ്മള് കണ്ടോ, സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിൽ കാണുന്നത് റീഡ് ചെയ്യുന്നത് പോലെ ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റീഡ് ചെയ്യുന്ന ഇമേജ്. കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ വല്ല മ്യൂസിക്കോ കാര്യങ്ങളോ ഉള്ള ഒരു ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന പോലൊരു ഇമേജ് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച കാണുന്ന ചാർട്ടല്ല, ഫ്ലാഷ് കാർഡാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു കാർഡ് പോലെ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഇതില് ഐ എന്നുള്ളത് ഈ സെൻസറി സിസ്റ്റം അത് വേണ്ട കേട്ടോ. ഇത് ഇമേജ് ഒന്നും വേണ്ട. ഈ സൈഡിലുള്ള ഇമേജ് ഇല്ലേ, കുട്ടി റീഡ് ചെയ്യുന്ന പോലെ ആ ഒരു ഇമേജ് വന്നിട്ട് ഫ്ലാഷ് കാർഡ് പോലെ ചെയ്യാൻ പറ്റും അത്. പിന്നെ ഈ ഇയർ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതോ മ്യൂസിക് പ്ലേ ചെയ്യുന്നതാവാം. നോസിന്റെ അടുത്ത് സ്മെൽ, നമ്മള് ഫുഡ് സ്മെൽ ചെയ്യുന്നതാവാം, ഫ്ലവർ സ്മെൽ ചെയ്യുന്നതാവാം. ടങ്ക് ഐസ്ക്രീം കഴിക്കല്ലേ ടേസ്റ്റ് ചെയ്യുന്നതാവാം. സ്കിൻ എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുന്നതാവാം. അങ്ങനെ ഫ്ലാഷ് കാർഡ് ചെയ്യാൻ പറ്റും. കാർഡായിട്ട് ചെയ്യണോട്ടോ. ഇത് ചാർട്ടാണ്, സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഫ്ലാഷ് കാർഡായിട്ട് ചെയ്യാൻ പറ്റുമോ? മിസ് അത് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ മറ്റേ സാൻഡ് പേപ്പർ വെച്ചിട്ടാണോ? അല്ല, സിമ്പിൾ ആയിട്ട് ചാർട്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് ഫ്ലാഷ് കാർഡ് പോലെ ഉണ്ടാക്കുകയാണോ വേണ്ടേ? ഫ്ലാഷ് കാർഡായിട്ട് ചെയ്യില്ല നമ്മളത്. നോക്കിയാൽ നിങ്ങള് ഇതില് അവര് ഇങ്ങനെ ചാർട്ട് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഐ എന്ന് പറഞ്ഞിട്ട് ക്യാൻ റീഡ് ബുക്സ്. അപ്പൊ ഒരു റീഡ് ചെയ്യുന്ന ഒരു ഇമേജ് കാണിച്ചിരിക്കുകയാണ്. ഇയറിന് നേരെ എന്താ കാണിച്ചിരിക്കുന്നത്? ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനാണ് പറഞ്ഞത് മിസ്. ഒരു കാർഡിന്റെ ബാക്കിൽ ഐയുടെ ഇമേജ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് നോക്കുമ്പോ റീഡ് ചെയ്യുന്നത് പോലെ. മനസ്സിലായോ? വരുന്ന രീതിയില് ഫ്ലാഷ് കാർഡ്സ് കണ്ടിട്ടുണ്ടോ കുട്ടികളുടെ? ആ കാർഡിന്റെ രണ്ട് സൈഡും വേണോ അല്ലേ മാഡം? ഒരു സൈഡും ഓക്കെ. ഇനിയിപ്പോ ഒരു സൈഡിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയെല്ലാം മതി. ഒരു അത്യാവശ്യം നമ്മൾ ഈ ഫോണിന്റെ ഒക്കെ വലുപ്പത്തിലാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു സൈഡില് ഐഡി ഇമേജ് ഇപ്പുറത്ത് ഒരു കുട്ടി റീഡ് ചെയ്യുന്ന പോലെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. എന്താണ് ഇത് വരയ്ക്കണോ അതോ ഒട്ടിക്കണോ? നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ
വരയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ പിക്ചേഴ്സ് നോക്കിയിട്ട് വരച്ചിരിക്കുന്നതാണ് അല്ലെ. ടങ്ക്, നോസ്, ഇയർ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ. വലിപ്പം ഏതായിരുന്നാലും കുഴപ്പമില്ലല്ലോ, ഒരു വലിയ കാർഡിൽ രണ്ടും കൂടെ നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചാലും കുഴപ്പമില്ലല്ലോ. ഇല്ല, കുഴപ്പമില്ല. മിസ് ഇത് കാർഡ്ബോർഡിനകത്താണോ ചെയ്യുന്നത്? അത് ഫ്ലാഷ് കാർഡ് നമ്മൾ കാർഡ്ബോർഡിന് മുകളിൽ ചാർട്ടോ അല്ലെങ്കിൽ A4 ഷീറ്റ് പേസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. എടാ ABCD ക്യാപിറ്റൽ സ്മോൾ ചെയ്തില്ലേ, അപ്പൊ അതിൽ നമ്മൾ സാൻഡ് പേപ്പർ വെച്ചല്ലേ ചെയ്തത്. അതിന് പകരമായിട്ട് ആ സാൻഡ് പേപ്പർ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ പിക്ചർ പ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. സാൻഡ് പേപ്പർ അങ്ങനെയാണ് ചെയ്തതല്ലോ. നമ്മള് എന്താ പറയാ, കുറച്ച് കനമായിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കുറച്ച് എന്താ പറയാ എടുത്ത് കാണിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് അത് പിടിച്ചു നോക്കാനും മനസ്സിലാക്കാനൊക്കെ നല്ലതാണ്. എന്നുവെച്ചാൽ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് അത് കംപ്ലൈന്റ് ആവൂടാ. ചാർട്ടാണ് A4 ഷീറ്റ് മാത്രമാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആയിരിക്കും. മനസ്സിലായി? കുറച്ച് കനം. അതെ, ഇത് ചാർട്ട് കാർഡ്ബോർഡുമ്പോ വെട്ടി ഒട്ടിച്ചിട്ട് മറ്റേ കണ്ണും മൂക്കൊക്കെ അതും കാർഡ്ബോർഡിൽ തന്നെയാണോ ഒട്ടിച്ചിരിക്കുന്നത്? അല്ല, നമ്മൾ വരച്ചാൽ മതി. വരച്ച് പേപ്പറിൽ ചെയ്താലും മതി. വരച്ചിട്ട് ആ പേപ്പർ അത് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചാൽ മതി. എന്നത്തേക്ക് മിസ്സേ സബ്മിറ്റ് ചെയ്യണേ? നോക്കട്ടെ ഡേറ്റ്. മിസ്സേ, ഈ 5 സെൻസ് ഓർഗനില് ഒരു ഓർഗൻ എടുത്തിട്ട് അതിന്റെ ഉപയോഗം എന്താന്നുള്ള പിക്ചറൈസേഷൻ ആണോ അപ്പുറം സൈഡിൽ പറഞ്ഞേ? അങ്ങനെ 5 കാർഡ്സ് ആണോ മാം? 5 കാർഡ്സ് ആയിട്ട് ചെയ്യണം. 5 കാർഡ്സിലും ഓരോ ഓർഗൻസ് വെച്ചിട്ട് അതിന്റെ എന്താണോ യൂസ് നമ്മൾ ചെയ്യുന്നത് അത് ഒരു സൈഡിൽ കാണിക്കണം അല്ലെ? വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിലും ബാക്കിലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സെയിം കാർഡിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് അതിന്റെ സ്പെല്ലിങ്സും കൊടുക്കണ്ടേ? ഈ അതും പിന്നെ അതെന്തിനാണ് അങ്ങനെ കൊടുക്കണോ? നമ്മൾ നെയിം കൊടുക്കണോ? ഇപ്പൊ ഐ എന്ന് പറഞ്ഞിട്ട് ഐയുടെ ഇമേജ് ഐന്ന് എഴുതാം. ഐസ് എന്നുള്ളത് കാണിക്കാം. എന്താണ് സീൻ, അപ്പുറത്ത് നമ്മൾ സി അതിനൊരു ഇമേജ് കാണിക്കാം. നമ്മളിപ്പോ TV കാണുന്നതാവാം, ബുക്ക് വായിക്കുന്നതാവാം, ഒരു കുട്ടിയുടെ കാഴ്ച കാണുന്നത്, ആ ഒരു ഇമേജ് കാണിക്കാം. അപ്പൊ ആ ആക്ഷനും നമ്മൾ അവിടെ എഴുതണം അല്ലേ? എഴുതണോ? ഓക്കെ. 16th ഓക്കെയാണോ? ജാനുവരി 16. ഓക്കെ, 1 വീക്ക് ഓക്കെ ആണോ? മാം ഒരു വീക്കും കൂടെ തരുമോ? 2 വീക്ക് വേണം മാം, വേറൊരു വർക്കും കൂടെ ഉണ്ട്. ആണോ? എന്നാൽ 2 വീക്ക് ഓക്കേടാ. ഓക്കെ, അപ്പൊ നമ്മുടെ പോർഷനിലേക്ക് വരാം കേട്ടോ. ചൈൽഡ് വെൽഫെയറിൽ നമ്മൾ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരെ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലെ? ആണോ? പറഞ്ഞു കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. ചൈൽഡ് വെൽഫെയർ എവിടെ വരെ എടുത്തത്? ചൈൽഡ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് അവിടെ അത് തുടങ്ങി വെച്ചിട്ടുള്ളൂ. വിഷ്വൽ ഇമ്പയർമെന്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെയാണ് നമ്മൾ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് സെൽഫ് അറ്റ് ബർത്ത് ജനിക്കുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി എന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ ജന്മനാലെ അങ്ങനൊരു കാഴ്ചശക്തി ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അല്ല, സം കേസിൽ മറ്റു കാരണങ്ങളാലും കുട്ടികൾക്ക് കാഴ്ചശക്തി ജനിച്ച ശേഷം കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ നമ്മൾ ഈ കുട്ടികൾക്ക് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, കുട്ടിയായിരിക്കുന്ന സമയത്ത് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സ്മോൾ പോക്സ്, മെൻസൈറ്റിസ്, അതേപോലെ തന്നെ ബേൺസ്, നമ്മള് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാഴ്ചശക്തി എന്ത് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എല്ലാ കുട്ടികളെയും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ചില കുട്ടികൾക്ക് കുറച്ച് കാഴ്ച പരിമിതികൾ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ കാഴ്ച ചില ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്യുന്നത്. ചില കുട്ടികൾക്കാണെങ്കിൽ ഫുള്ളായിട്ട് കാഴ്ച കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് കാണാനുള്ള ആ ഒരു ശേഷിയും കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും.
സോ നമ്മൾ ഓരോ കുട്ടീനെയും ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ രീതി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടികളെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആണ് എന്ന് വെച്ചാല് ഡിഫറെന്റ് രീതിയിൽ കുട്ടികൾക്ക് കാഴ്ച പരിമിതികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ സാധാരണയായിട്ട് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ, പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത കുട്ടികൾ ഏത് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏത് ലിപിയാണ് യൂസ് ചെയ്യുന്നത്? അറിയോ? ബ്രെയിൻ ലിപിയാണോ മാം? അതെ, ബ്രെയിൻ ലിപിയാണ് കുട്ടികൾ ഒട്ടും കാഴ്ചയില്ലാത്ത കുട്ടികൾ യൂസ് ചെയ്യുന്ന ഒരു അവരുടെ ലാംഗ്വേജ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബ്രെയിൻ ലിപിയാണ്. ഇപ്പൊ നമ്മൾ ചില കുട്ടികള്, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ, എന്റെ ഫ്രണ്ടിന് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. 2ാം ക്ലാസ് മുതൽ ആൾക്ക് ആദ്യം ചെറിയ ചെറിയ കാഴ്ച, എന്താ പറയാ, കാഴ്ച കുറവായിരുന്നു ആദ്യം വന്നിരുന്നത്. സാധാരണ നമ്മളെയൊക്കെ പോലെ എല്ലാ നമ്മുടെ ലോകവും ഭൂമിയും ഒക്കെ നന്നായിട്ട് ഭംഗിയിൽ കാണാൻ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷെ അവൾക്ക് പതിയെ പതിയെ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുക ചെയ്തത്. 2ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേക്കും പൂർണ്ണമായിട്ടും അവളുടെ കാഴ്ചശക്തി ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോയി. അവളുടെ വീട്ടില് ഇത് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാല് അവൾ ആദ്യം പറയുള്ളൂ, എനിക്ക് കാണുന്നില്ല, കാഴ്ച മങ്ങുന്നു, കണ്ണ് പറ്റുന്നില്ല. അപ്പൊ ആദ്യം ഒരു കണ്ണിന്റെ കാഴ്ച ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവള് തന്നെ മനസ്സിലാക്കുന്നത് നമുക്കൊരു കാണുന്നില്ല, കാഴ്ചകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നെക്സ്റ്റ് കണ്ണിന് വീട്ടുകാർ വലിയ എന്താണ് ഡിഫറൻസ് കാണിച്ചില്ല. കാരണം എന്താണ്, അവൾ നോക്കുമ്പോ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ അവളെ കണ്ടു കഴിഞ്ഞാല് കണ്ണ് കാണാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് പറയില്ല, കാരണം നമ്മളെ പോലത്തെ തന്നെ കണ്ണുകളാണ്. അപ്പോ വീട്ടുകാർ പറഞ്ഞു, ഒത്തിരി ഫിനാൻഷ്യലി ബാക്ക് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. സോ വീട്ടുകാർ അധികം വലിയ താല്പര്യം കാണിച്ചില്ല, ട്രീറ്റ്മെന്റിനോ അങ്ങനെയൊന്നും കാണിച്ചില്ല. പിന്നെ അവള് ലാസ്റ്റിലേക്ക് വന്നപ്പോ, അല്ലെങ്കിൽ അവളുടെ കാഴ്ച ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന സ്റ്റേജ് ആയപ്പോഴാണ് എന്ത് ചെയ്തത്, പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റേജ് ആയപ്പോഴാണ് പാരന്റ്സ് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു കണ്ണിന്റെ കാഴ്ചയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, റിക്കവർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഈ കണ്ണിലേക്കുള്ള ഇവിടുത്തെ ഞരമ്പുകൾ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് എന്താ പറയുക, കംപ്ലൈന്റ് ആകുന്ന, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നൊരു അസുഖമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. സോ ആള് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാള്, ഒരു 2 വർഷത്തോളം ആള് പഠിക്കാനൊന്നും പോകില്ലായിരുന്നു. ഞാൻ അപ്പൊ 4th സ്റ്റാൻഡേർഡിലേക്ക് എത്തി. അപ്പോ ഇവള് വിടുന്നില്ല, വീട്ടുകാര് പുറത്ത് പഠിക്കാനൊന്നും വിടുന്നില്ല. കാരണം പെൺകുട്ടിയാണ്, അവർക്ക് എന്താ പറയാ, ഇപ്പൊ കാഴ്ചയും കൂടി ഇല്ലാതെ വന്നപ്പോ അവർക്കൊരു ബാധ്യത പോലെയാണ് അവളെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ഏരിയയില് കുറച്ച് ആൾക്കാര്, സോഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് എന്താ പറയാ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാര് ഇതറിയുകയും ഇതിനെ കുറിച്ചിട്ട് ആ പാരന്റ്സിനോട് പറയും. അവരുടെ സമൂഹത്തിന് ഈ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. അവര് വന്ന് ഇവളെ മീനുനെ കാണുകയും സംസാരിക്കും. അവരാണ് പിന്നെ അവളുടെ പഠനത്തെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. അവളുടെ എഡ്യൂക്കേഷന്റെ ചെലവ് ഫുള്ളും എടുത്തതും അവരാണ്. 10th ഞാൻ +2 പഠിക്കുമ്പോൾ അവൾ 10th പാസ് ഔട്ട് ആയി. 10th അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ ബുക്കൊക്കെ എടുത്ത് നോക്കാറുണ്ട്. ശരിക്കും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പേന ഇങ്ങനെ കുത്തി അങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അവർ ഓരോന്നും മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു ബുക്കാണ്, വലിയ ബുക്കാണ്. അവളത് വായിക്കും, അവളിങ്ങനെ പറഞ്ഞു തരും. ഞാൻ ടച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. സോ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് അവള് നോർമൽ ആയിട്ടുള്ള ഒരു കോളേജിലാണ് ചേർന്നത്. ആദ്യം ഫസ്റ്റ് ഇയർ അവള് ഭയങ്കര ടഫായിരുന്നു പോവാനായിട്ട്. കാരണം ഇത് കാഴ്ച പരിമിതി ഉള്ളത് കൊണ്ടും ഇത്രയും നാൾ അങ്ങനെയുള്ള കുട്ടികളുടെ ഒപ്പമാണ് അവൾ പഠിച്ചത്. ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു കോളേജിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തു, ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോ ആള് മലയാളം ടീച്ചറാണ്. അവള് പഠിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അന്ന് ആ വീട്ടുകാര് ഒരു കുട്ടീനെ അവിടെ തന്നെ എന്നുവെച്ചാൽ പഠിക്കാനൊന്നും അലോ ചെയ്യാതെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒന്നും നേടിയെടുക്കാനായിട്ട് അവർക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് അത് അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, ഹാപ്പിയാണ്. പിന്നെ ഫാമിലിക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പാരന്റ്സ് ഒക്കെ വയസ്സായി, എന്നാലും അവള് എന്ത് ചെയ്യുന്നു എന്നുവെച്ചാൽ പാരന്റ്സ് എന്താ വിചാരിച്ചത്, ഇവളൊരു ബാധ്യതയായി മാറും എന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കൊരു സപ്പോർട്ട്, അവരുടെ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ദെൻ ആൾ നന്നായിട്ട് പാട്ടൊക്കെ പാടും. എന്താ പറയാ,
അപ്പൊ ഒട്ടും തോന്നില്ല, ആളെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തോന്നില്ല കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെന്ന് നമുക്ക് ഒട്ടും തോന്നില്ല. അപ്പൊ ഫുള്ളായിട്ട് കാഴ്ചയില്ലാത്ത കുട്ടികൾ യൂസ് ചെയ്യുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി. ഇനി എനിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, അവൻ വായിക്കുന്ന സമയത്ത്, അല്ലെ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ബുക്ക് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബുക്ക് ഇതിങ്ങനെ വെച്ചിട്ടാ വായിക്കുന്നത്. ബുക്ക് പേപ്പറുകൾ അടുത്ത് പിടിച്ചിട്ട് വായിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എന്താ നീ അങ്ങനെ പിടിക്കുന്നത്, കുറച്ച് നീക്കി പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് വായിപ്പിക്കും. അപ്പൊ അവൻ പറയും അവന് കാണുന്നില്ല എന്ന് പറയും. വീണ്ടും ബുക്ക് എന്ത് ചെയ്യും, അടുത്ത് പിടിക്കും. അതേപോലെ തന്നെ അവൻ നമ്മൾ ടെസ്റ്റിലത്തെ കാര്യം പോലും നോട്ടിലേക്ക് പകർത്തി എഴുതാനായിട്ട് അവന് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ ഞാൻ എഴുതി കൊടുക്കും. എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം വലുതാ. അപ്പൊ സാധാരണ ഞാൻ എഴുതുമ്പോഴായാലും ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് വലുതാ. അപ്പൊ എന്റെ ഹാൻഡ് റൈറ്റിംഗ് വലുതായതുകൊണ്ട് അവനത് കാണാനും മനസ്സിലാക്കാനും പറ്റും. സോ അവൻ ബാക്കിയൊക്കെ എഴുതുമ്പോൾ എന്താണ് സ്പീഡിൽ എഴുതുന്നുണ്ട്. സോ ആദ്യം ഞാൻ അവന്റെ പാരന്റ്സിനോട് പറഞ്ഞു, അവന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവന് കാഴ്ചക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞു അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അവൻ ടി വി കാണുന്ന രീതിയും വ്യത്യാസമാണ്. ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്നേ കാണുള്ളൂ, ഫോൺ ഇങ്ങനെ അടുത്ത് പിടിച്ചേ നോക്കുകയുള്ളൂ. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആയിരിക്കാണ് അവർ സ്കൂളില് എന്താ പറയാ ഈ ഒരു ഐന്റെ ഒരു ചെക്കപ്പ്, ഒരു ക്യാമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവനെ ഐ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവന് കാഴ്ച എന്താണ്, അവന് ഒട്ടും അവന് വായിക്കാനും അങ്ങനെയൊന്നും പറ്റുന്നില്ല. സോ അപ്പോഴാണ് പാരന്റ്സിനെ വിളിക്കും, ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുട്ടിക്ക്, അവനെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അത്യാവശ്യം നല്ല പവറുള്ള ക്ലാസ് ആണ് വെച്ചത്. പണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത് അവന് പഠിക്കാൻ കഴിവില്ല, പഠന വൈകല്യമാണ് എന്ന് പറഞ്ഞിരുന്ന ടീച്ചേഴ്സും പാരന്റ്സും തന്നെ തിരുത്തി പറഞ്ഞു അവന് കാഴ്ച എന്നുവെച്ചാൽ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടായിരുന്നു അവൻ ഇത്രയും നാളും പഠിക്കാഞ്ഞത്. അല്ലാതെ പഠിക്കാനായിട്ട് മടിയുള്ള ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മള് കുട്ടികൾക്ക് എന്താണ് പ്രശ്നം അത് ഐഡന്റിഫൈ ചെയ്യും, അത് സോൾവ് ചെയ്യും ആണ് വേണ്ടത്. അപ്പൊ ചില കുട്ടികൾക്ക് കാഴ്ച പരിമിതികൾ കൊണ്ടാവാം അവർ പഠിക്കാത്തത്. നമ്മള് പൂർണ്ണമായിട്ടും അവരെ അങ്ങനെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത്. സോ നമ്മൾ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സീറ്റ് അറേഞ്ച്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട് സീറ്റിലേക്ക് ഇരുത്തുന്നത് നല്ലതായിരിക്കും. ബാക്ക് സൈഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ലൈറ്റ് വരാണെങ്കിൽ കുട്ടികൾക്ക് അത് ക്ലിയർ ആവില്ല, ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആവില്ല. സോ അവർക്ക് ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വരണം. ഇനി കൂടുതലായിട്ട് ഓറൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്യുക. അതേപോലെ തന്നെ അലോ എക്സ്ട്രാ ടൈം ആൻഡ് ആക്ടിവിറ്റീസിനാവട്ടെ, പിന്നെന്താ പറയാ ഒരു വർക്ക് ചെയ്യാനാവട്ടെ അവന് കൂടുതൽ ടൈം അലൗ ചെയ്യാം. ഇന്റർവെൽസ് ഒരുപാട് നേരം എഴുതി കഴിഞ്ഞാൽ അവനോട് പറയാം കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എഴുതിയാൽ മതി. കോപ്പി ചെയ്യില്ലേ, നമ്മളിപ്പോ ബ്ലാക്ക് ബോർഡിൽ നിന്നും ഇപ്പൊ കുട്ടികളെ കൊണ്ട് കോപ്പി ചെയ്യുന്ന പ്രൊജക്ടറാണ്. മിക്ക സ്കൂളുകളിലും പ്രൊജക്ടറിൽ ഇമേജ് കാണിച്ചു കൊടുക്കും, അതെല്ലാവരും എഴുതിയെടുക്കുക എന്ന് പറയും. അതും ഈ എന്താ പറയാ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് ദോഷമാണ്. വിഷ്വൽ ഇമ്പയർമെന്റ് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അത് റീഡ് ചെയ്ത് നല്ല രീതിയിൽ എഴുതാനൊക്കെ പറ്റും. പക്ഷെ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ പ്രൊജക്ടർ നോക്കി എഴുതിയെടുക്കുമ്പോഴേക്കും അവർക്ക് ഹെഡ് ഏക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എല്ലാ കുട്ടികളെയും അവർ പേര് വിളിച്ച് എന്ത് ചെയ്യാൻ അഡ്രസ് ചെയ്ത് കോൾ ചെയ്യണം. കാരണം ചിലപ്പോ ഈ വിഷ്വൽ ഇമ്പയർമെന്റ് ആയതുകൊണ്ട് തന്നെ അവരെ തമാശ അല്ലെങ്കിൽ അവരെ കളിയാക്കാനൊക്കെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യും, താല്പര്യം കൂടുതലൊക്കെ കാണിക്കും. പിന്നെ കുട്ടികൾ ഈ എന്താ പറയാ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ടച്ചിലൂടെയാണ്. അവർ സെൻസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ടച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സോ നമ്മള് അങ്ങനെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അത് നല്ലൊരു മെറ്റീരിയൽ ആണ്. പിന്നെ പ്രിന്റഡ് മെറ്റീരിയൽസ് നമ്മളിപ്പോ ടെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സൈസ് കൂട്ടി പ്രിന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി അത് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് ഗ്ലാസ്, ചിലപ്പോൾ അവർക്ക് സ്പെക്സും കാര്യങ്ങളൊക്കെ വേണ്ട വരും, അപ്പൊ അത് കൊടുക്കണം. അലൗ റെസ്റ്റ് ടൈം, കുട്ടികൾക്ക് പഠിക്കുന്നതിന്റെ ഇടവേളകളിൽ കുറച്ച് റെസ്റ്റ് ടൈം എന്ത് ചെയ്യണം, അലൗ ചെയ്യണം. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരു പരിധി വരെയും അവർ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിൽഡ്രൻസ് ആർ ഐദർ അൺസൈറ്റഡ്, ആ പാരഗ്രാഫ് ആരെങ്കിലും വായിക്കോ? Okay, ma'am. Children with visual impairment. Children are either unsighted by birth or become blind because of various reasons.
The acquired causes of visual deficiency are disease like smallpox, meningitis, trachoma, scarlet fever, burns, or contact with dangerous or poisonous chemicals. The compensatory or special education is required according to the hardness of visual impairment. ഓക്കെ, വിഷ്വൽ എംപയർമെന്റിന്റെ ഹാർഡ്നെസ് അനുസരിച്ചിട്ടാണ് ഈ കോമ്പൻസേറ്ററി സ്പെഷ്യൽ എഡ്യൂക്കേഷനും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളുടെ വിഷ്വൽ ഡെഫിഷ്യൻസി വരുന്നത്, അവർക്ക് ചെറുപ്പത്തിലെ അസുഖങ്ങൾ വരുന്നത്, സ്മോൾ ബോക്സ്, മെൻചൈറ്റിസ്, അതേപോലെ തന്നെ ബേൺസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ആയിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നതിലൂടെ അവർക്ക് എന്ത് വരുന്നുണ്ട്, ഇതേപോലെ വിഷ്വൽ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരുടെ ഓരോരുത്തരെയും ഹാർഡ്നെസ്, വിഷ്വൽ ഇംപയർമെന്റ് ഹാർഡ്നെസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ട കെയറും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. The parents of these children should be given proper guidance about how to keep their eyes healthy. Children should be trained to keep themselves away from situations bad to the eyes. Periodic checkup or special ophthalmic examinations should be arranged. നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് ഐ അവര് ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടത്. അതേപോലെ ഐ വാഷ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ ഇങ്ങനെ ഐ വാഷ് ചെയ്യണം. അതേപോലെ തന്നെ അവരോട് പറയണം ഏതൊരു സിറ്റുവേഷനും അവരുടെ ഐക്ക് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, പ്രൊട്ടക്ഷന്റെ കാര്യങ്ങൾ, സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പീരിയോഡിക് ചെക്കപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, ഐ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു ടൈം പീരീഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുട്ടികൾ അവരുടെ ഐ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കും. കാരണം നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇത് ഐ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് എത്രയോ കുട്ടികൾക്ക് ഈ കാഴ്ച പരിമിതികളും നമ്മൾ കാണുന്ന പോലെ ലോകം എത്ര കുട്ടികൾക്ക് കാണാൻ പറ്റാത്തതുണ്ട്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഭാഗ്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് കുട്ടികളോട് എല്ലാവരും എങ്ങനെയാണ് ഐ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്പേഴ്സും ഉണ്ട്, അതൊന്ന് കാണിച്ചോട്ടെ. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ മിസ്? കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ മിസ്. നമ്പേഴ്സ് ഞാൻ കഴിഞ്ഞ വർഷം വീട്ടിലായതുകൊണ്ട് കാണിച്ചില്ലായിരുന്നു. അപ്പൊ നമ്പേഴ്സ് ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞോ. മിസ് മോക്ക് ടെസ്റ്റ് ഇല്ലേ? ഏതിന്റെ ഇടാ? കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ. ഓക്കെ, ഒരെണ്ണം ഏതാണ്? ചൈൽഡ് വെൽഫെയർ ആണോ? ഫസ്റ്റ് എയ്ഡ് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ് തന്നില്ലേ? തന്നിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു എടുത്തത്? ഞാൻ അല്ല, ഇനിയില്ലല്ലേ, ഇനി ഈ ചാപ്റ്റർ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇടുള്ളൂ കേട്ടോ. സൈൻ ഔട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ മാം, ഇന്ന് വളരെ നല്ല ക്ലാസ് എടുത്തു തന്ന അപർണ മിസ്സിനും ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത അർച്ചന ടീച്ചർക്കും പ്രാർത്ഥന ചൊല്ലിയ ബിസ്മിയ ടീച്ചർക്കും സൈനിങ് പറഞ്ഞ ടീന ടീച്ചർക്കും തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞ ഗ്ലാഡിസ് ടീച്ചർക്കും വളരെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും വർക്ക്സ് പ്രസന്റ് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.